ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാലൻ ഫുഡി. ഞാനിന്നിവിടെ ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു പീനട്ട് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് പീനട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ തൊലി ഒന്ന് സെപ്പറേറ്റ് ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണേ. അതായത് നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ചന ദാലും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2-3 ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 വെളുത്തുള്ളി, 1 പച്ചമുളക് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പീനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് നോക്കി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകും അതുപോലെ 1/2 ടീസ്പൂണോളം ഉഴുന്നും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചട്നിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.